ഇപ്പോൾ 7 days കൊണ്ട് നമ്മൾ എങ്ങനെ പോയാലും ഒരു 30 കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കി തിരിച്ചു വരും. ഇപ്പോൾ കംബോഡിയ പോലത്തെ സ്ഥലങ്ങളിലാണെങ്കിൽ കംപ്ലീറ്റ്ലി എന്താ പറയുക, നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് പച്ച ആയിട്ട് കഴിക്കുന്ന ആൾക്കാരാണ്. വിയേർഡ് കോമ്പിനേഷൻസ് ഒക്കെ വരാറുണ്ടല്ലോ. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ കണ്ടായിരുന്നു നമ്മുടെ അൽഫാമിൻ്റെ മുകളിൽ പായസം ഒഴിച്ച് കഴിക്കുന്നത്. അപ്പോൾ അവന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇവന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ കഴിക്കും. സോ ഇവിടുത്തെ പല പ്രമുഖ ടീമുകളും അങ്ങനെ നമ്മുടെ അടുത്ത് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. വ്ളോഗിങ് മാത്രമാണോ ഫോക്കസ് ചെയ്യുന്നത്, അതോ അതിന്റെ കൂട്ടത്തിൽ വേറെ എന്തെങ്കിലും? ഫുഡ് ബ്ലോഗിങ് മാത്രമല്ല, എനിക്ക് വേറെ ബിസിനസ് ഉണ്ട്. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ പറയുന്ന പോലെ പണ്ട് ഇപ്പോൾ ഫുഡ് റിലേറ്റഡ് ആയിട്ട് തന്നെ ഒരു ബിസിനസ്സാണ് ദ ബ്രൂ സ്കൂൾ എന്നാണ് പേര്. നമ്മൾ കേരളത്തിലെ ഫസ്റ്റ് ബരിസ്ത ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നമ്മൾ കഫേസിലൊക്കെ കോഫി ചെയ്യുന്ന ആൾക്കാരെയാണ് പൊതുവെ ബരിസ്ത കോഫി മാത്രമല്ല, ടീ ബ്രൂയിങ്ങും ഷേക്സും സ്കൂളേഴ്സൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, കടവന്ത്രയിലാണ്. ആക്ച്വലി അതൊരു 1 month കോഴ്സും 2 month ഇന്റേൺഷിപ്പ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ പിള്ളേരെ പല കഫേസിൽ നമ്മൾ ഇന്റേൺഷിപ്പിന് വിടുന്നു. പിന്നെ അവിടെ പ്ലേസ്ഡ് ആവുന്ന കുറേ പിള്ളേരുകളുണ്ട്. കറൻ്റ് ഇപ്പോൾ ഏകദേശം ഒരു 1.5 വർഷം കഴിഞ്ഞ് നമ്മൾ തുടങ്ങിയിട്ട്. കഴിഞ്ഞ ജൂണിലാണ് തുടങ്ങിയത്. ഒരു 220-240 സ്റ്റുഡൻസോളം പഠിച്ചിറങ്ങിയിട്ടുണ്ട്. എല്ലാവരും പ്ലേസ്ഡ് ആണ്. പിന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ വാലിഡ് ആവും. പ്രൊഫഷണലി ഉള്ള കോഫി മേക്കിംഗ് അങ്ങനത്തെ? അതെ, നമ്മൾ ആക്ച്വലി മെഷീൻ ലേണിങ്ങും ഹാൻഡ് ബ്രൂയിങ് മെത്തേഡ്സും എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. കോഫി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഒരു ഡ്രിങ്ക് ഇപ്പോൾ ക്യാപ്പച്ചിനോ അല്ലെങ്കിൽ അമേരിക്കാനോ എത്രയാണ് കോസ്റ്റിങ്ങും, പിന്നെ അതിൻ്റെ ഫണ്ടമെൻ്റൽസും, പിന്നെ അതുപോലെ തന്നെ സർവീസിൽ നിൽക്കുന്ന സ്റ്റാഫുകളെ എങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ എങ്ങനെ ട്രെയിൻഡ് ആവാം, അങ്ങനത്തെ ഗ്രൂമിങ്ങും കാര്യങ്ങളെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതിനിപ്പോൾ അതിന്റെ ഒരു ആവശ്യകത ഇപ്പം കൂടുതലും ഇപ്പം ഇന്ത്യയിലാണോ വരണേ അതോ എബ്രോഡ് ആണോ? നമുക്ക് ഇപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിലും കൂടുതലും പ്ലേസ്ഡ് ആകുന്നത് കൂടുതൽ ഇപ്പോൾ അതിപ്പോൾ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ എനിക്കിപ്പോൾ ജർമ്മനിക്കോ അല്ലെങ്കിൽ UK പഠിക്കാം, എന്തെങ്കിലും പഠിക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ നമ്മൾ അവിടെ പോയി കിട്ടുന്ന ജോലി എന്ന് പറയുകയാണെങ്കിൽ സ്റ്റൂവേഴ്സായിട്ടോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൾട്ടി ചെയിൻ ബ്രാൻഡ്സിലൊക്കെ ആയിരിക്കും നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അവിടെ ജോലി കിട്ടാനൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കിട്ടിക്കാൻ സാലറി ഒരു ചെറിയ പ്രശ്നമാണ്. അപ്പോൾ നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ 113 രാജ്യങ്ങളിൽ അത് വാലിഡ് ആണ് ഓട്ടോമാറ്റിക്കലി. അപ്പോൾ അവർക്ക് പെട്ടെന്നൊരു ജോലി കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പോയ ഒരു കുട്ടിയും UK പോയതും ജർമ്മനിയിൽ പോയ പിള്ളേരൊക്കെ അവർക്കൊക്കെ ജോലി കിട്ടി, അവർക്ക് വെൽ പെയ്ഡ് ആണെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്ത്. അതുകൊണ്ട് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ അതുപോലെ ഇപ്പോൾ ഇവിടെ ബരിസ്തയായിട്ട് നിൽക്കാൻ താല്പര്യമുള്ള കുട്ടികൾ, ഇപ്പോൾ പലയിടത്തും ട്രെയിൻഡ് ബരിസ്താസ് ഇല്ലാത്തത് കൊണ്ട് കഫേസ് മര്യാദക്ക് റൺ ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്യുന്നു. ട്രെയിൻഡ് ബരിസ്താസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു കഫേ ഓണറിന് പെട്ടെന്ന് അത് എക്സിക്യൂട്ട് ചെയ്യാൻ ഹെൽപ്പ് ആവും. അതാ. അപ്പോൾ കൂടുതലും ഇപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിലും വരുന്നത് എബ്രോഡിലോട്ട് പോകുന്ന ആൾക്കാരാണോ അതോ ഇവിടെ തന്നെ ഉള്ള ആൾക്കാരാണോ? മിക്സഡ് ആണ്. ഇപ്പോൾ ഒരു നമുക്ക് 2 ബാച്ചായിട്ടാണ് ഉള്ളത്, മോർണിംഗ് ബാച്ച്, ഈവനിങ് ബാച്ച്. അപ്പോൾ 2 ബാച്ചിൽ നിന്ന് ഏകദേശം ഒരു 4 പിള്ളേരോളം എബ്രോഡ് പോകാനായിട്ടുണ്ടാവും. ബാക്കിയുള്ളവർക്ക് ഇവിടെ തന്നെ ഇന്ത്യയിൽ തന്നെ എവിടെയെങ്കിലും നല്ല സ്ഥലത്ത് ഒരു കോർപ്പറേറ്റിലോ അല്ലെങ്കിൽ നോർമൽ ചെയിൻസിലോ എവിടെയെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള പിള്ളേരായിട്ടായിരിക്കും വന്നത്. ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് കഫേ തുടങ്ങാൻ താല്പര്യമുള്ള പിള്ളേരുകൾ വരും. നമുക്ക് നമ്മുടെ സ്റ്റുഡൻസ് പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസിലൊരു 6 പേരോളം കഫേസ് തുടങ്ങിയിട്ടുണ്ട്. 3 പേരുടെ കഫേ ഇപ്പോൾ വർക്കിംഗ് ആണ്. വർക്കിംഗ് എന്താ പറയുക, കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരും ഈ റീസണിൽ ഒരു ബിറ്റ്വീൻ ഒരു 3 months അവരും തുടങ്ങും. അപ്പോൾ അങ്ങനത്തെ ഇതായിട്ട് വന്നവരുമുണ്ട്. പിന്നെ ചില കഫേ ഓണേഴ്സ് വരുന്നുണ്ട്. അവർക്ക് അവരുടെ സ്റ്റാഫുകൾ ചെയ്യുന്നത് കറക്റ്റാണോ അല്ലയോ എന്നൊക്കെ ഒരു ധാരണയില്ലാത്തതുകൊണ്ട് അവരും വരും, അവർ പഠിക്കും. കാരണം ഒരു സ്റ്റാഫ് പെട്ടെന്ന് നിർത്തിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അന്ന് കോഫി കൊടുക്കാൻ പറ്റില്ല. അത് കോഫി ഫീൽഡല്ല, എന്താണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവൻ പോയി കഴിഞ്ഞാൽ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ നിൽക്കാം എന്ന് ആലോചിച്ചുകൊണ്ട് കഫേ ഓണേഴ്സും വരുന്നുണ്ട്. അങ്ങനെ ആൾക്കാർ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇപ്പൊ കറന്റ് ഫുഡ് ട്രെൻഡില് ഇപ്പം കുറച്ചുകൂടി ഇഷ്ടമായിട്ടുള്ള എന്താണ് ഇപ്പൊ എന്ന് വെച്ചാൽ പഴയൊരു ആഹാര രീതി അല്ലല്ലോ ഇപ്പൊ കണ്ടിന്യൂസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്? ഞാൻ കൂടുതലും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. ഇപ്പൊ നമ്മള് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ പോയി കഴിക്കും, പിന്നെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെങ്കിലും വീട്ടില്
കഴിക്കാം, മാക്സിമം ടൈം കിട്ടുന്നോളം വീട്ടിൽ കഴിക്കാമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത് സാധിക്കാറുണ്ടോ? മാക്സിമം സാധിച്ചെടുക്കും ഞാൻ. അപ്പൊ ഈ ട്രാവലിംഗ് ഒക്കെ ത്രൂ ഔട്ട് ട്രാവലിംഗ് പരിപാടിയൊക്കെ ഒന്നും ബുദ്ധിമുട്ടായിട്ട് വരുമോ? അങ്ങനെ ബുദ്ധിമുട്ട് വരാറില്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു സ്റ്റേറ്റിലോട്ടോ അല്ലെങ്കിൽ വേറെ ഒരു കൺട്രിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ, കൺട്രി പോകുമ്പോൾ മാത്രമേ നമുക്കൊരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാവുള്ളൂ. വേറെ സ്റ്റേറ്റിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്കൊരു 1 വീക്ക് 7 days ഒക്കെ നമുക്ക് അവിടെ നിന്നിട്ട് നേരെ തിരിച്ച് റിട്ടേൺ അടിക്കാം. അപ്പോൾ 7 days കൊണ്ട് നമ്മൾ എങ്ങനെ പോയാലും ഒരു 30 കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കി തിരിച്ചു വരും. കുറെ ഒരു 12 കൺട്രീസിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവിടെ നമുക്ക് ഒട്ടും നമ്മുടെ ആഹാര രീതിയുമായിട്ട് പറ്റാത്ത സ്ഥലങ്ങൾ ഏതായിട്ടുണ്ട്? ഇപ്പോൾ കംബോഡിയൊക്കെ അങ്ങനെയാണ്. പിന്നെ ഖത്തർ, GCC UAE കൺട്രീസൊക്കെ ആണെങ്കിലും നമുക്ക് കുറേയൊക്കെ നമ്മുടെ സാധനങ്ങളൊക്കെ കിട്ടും, നമ്മുടെ നാട്ടിൽ സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ അവിടുത്തെ ഭക്ഷണം നമുക്ക് ഇഷ്ടപ്പെടുമെന്ന് ഓരോരുത്തരുടെ ടേസ്റ്റ് ബഡ്സ് ആണ് ഡിഫർ ചെയ്യുക. ഇപ്പോൾ കംബോഡിയ പോലത്തെ സ്ഥലങ്ങളിലാണെങ്കിൽ കംപ്ലീറ്റ്ലി എന്താ പറയുക, നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് പച്ച ആയിട്ട് കഴിക്കുന്ന ആൾക്കാരാണ്. റോ മീറ്റ്സ് ഒക്കെ പോലെ കഴിക്കുന്ന, അങ്ങനെയാണ് കൂടുതൽ അവിടെ നിന്ന് കഴിച്ചേക്കണം. അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. വിയേർഡായിട്ട് തോന്നിയിട്ടുള്ള സംഭവങ്ങൾ, അതായത് ഇപ്പോൾ നമ്മൾ ലൈക്ക് ചൈനയിലാണോ എവിടെ അറിയത്തില്ല, മറ്റേ വേംസ്, അത് കംബോഡിയ ഒക്കെ ഒരു സ്ഥലത്ത് തന്നെ. അത് വിയേർഡ്, നമുക്ക് വിയേർഡാണ്, അതെ, നമുക്ക് വിയേർഡായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അവർക്കത് അങ്ങനെയല്ല. അവർക്കതൊരു ഇപ്പൊ മാൽന്യൂട്രീഷൻ ഒക്കെ തടയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഓരോ ഫുഡ് ഐറ്റംസ് ആയിട്ടാണ് അവര് കാണുന്നതിന്. അപ്പൊ അവര് കഴിക്കും, നമുക്കതിപ്പോ ആദ്യമായിട്ട് കഴിക്കണോണ്ട് ചിലപ്പോ അങ്ങനെ ആവണമെന്നില്ല. അല്ല, അങ്ങനത്തെ ഇപ്പം നമുക്ക് ഇവിടെ തോന്നുന്ന അങ്ങനത്തെ ഐറ്റംസ് കഴിക്കാനായിട്ട് താല്പര്യപ്പെടുന്ന ആളാണോ? അതോ ഞാനതൊക്കെ കഴിക്കും, ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മള് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, അതിന്റെ ട്രൈ ചെയ്യണ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ എന്ത് കിട്ടിയാലും കഴിച്ചു നോക്കും. ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹമാണ് മെയിൻലി. അതിപ്പോ അവന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇവന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ കഴിക്കും. അപ്പോൾ എന്താണെങ്കിലും കുടിക്കാനുള്ളതാണെങ്കിലും ഒക്കെ അങ്ങനെയൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കും. ഇപ്പൊ പല എന്താ പറയാ വിയേർഡ് കോമ്പിനേഷൻസ് ഒക്കെ വരാറുണ്ടല്ലോ. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ റീസെന്റ് ഞാൻ കണ്ടായിരുന്നു, നമ്മുടെ അൽഫാമിന്റെ മുകളില് പായസം ഒഴിച്ച് കഴിക്കുന്നു. പാലട പായസം ഉണ്ട് കൊച്ചിയിലുണ്ട്. നമുക്കറിയാവുന്ന, ഞാൻ നേരിട്ടിട്ടില്ല, ആളുടെ ഫുഡ് ബ്ലോഗിങ് കണ്ടിട്ട് ഞാൻ ചില സ്ഥലങ്ങളിൽ പോയി കഴിച്ചിട്ടൊക്കെ നല്ല ഭക്ഷണമായിരുന്നു. പേര് രാഹുൽ അങ്ങനെന്താ പേര്, കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ അങ്ങനത്തെ കോമ്പിനേഷൻസ് ഒക്കെ കഴിച്ചു നോക്കണേ, നമുക്ക് വിഷയമൊന്നുമില്ല, കഴിച്ചു നോക്കും. ഇപ്പോൾ അതിപ്പോൾ മറ്റുള്ളവരെ കാണിക്കണോ വേണ്ടതെന്നൊക്കെ നമ്മുടെ ഡിസിഷനാണ്. ഇപ്പോൾ നമുക്കതിൽ ഓക്കെ, നമുക്ക് കഴിച്ച് ഇഷ്ടപ്പെട്ടുണ്ടാവാം, അപ്പം അതുകൊണ്ടായിരിക്കും നമ്മൾ കാണിക്കുന്നത്. മറ്റുള്ളവർ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. ചിലപ്പോൾ പിzzയിൽ ആൾക്കാർ മറ്റേ സാമ്പാർ ഒഴിച്ച് കഴിക്കണ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കുറേ വിയേർഡ് കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവനെ കഴിക്കുന്ന ആൾക്ക് അത് ഇഷ്ടപ്പെട്ടോണ്ടായിരിക്കാം അവൻ കാണിക്കുന്നത്. പക്ഷെ മറ്റുള്ള ആൾക്ക് അതൊരു വിയേർഡായിട്ട് തോന്നുന്ന കോമ്പിനേഷൻ ആവാം. ഇപ്പോൾ ഈ ഗീ കേക്കിന്റെ മുകളിൽ പാലട പായസം ഒഴിച്ച് കഴിക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഒക്കെ നല്ല കോമ്പിനേഷൻ, പക്ഷെ കഴിച്ച് കഴിയുമ്പോൾ ഈ സാധനം നേരെ തിരിയും. അത് നമുക്ക് ഭയങ്കര എന്താ പറയാ ഹൈ ആയി പോകും പെട്ടെന്ന്. നമുക്ക് ആകെ ഒന്നും ചെയ്യാൻ പറ്റാത്ത മത്തുപിടിച്ചൊരവസ്ഥയിലോട്ട് വരും. പിന്നെ ഈ എസ്പ്രസോയില് പാലട പായസം ഒഴിച്ച് കഴിക്കുന്ന ഭയങ്കര രസമായിട്ട് കാണിക്കുന്നു, പക്ഷെ കഴിച്ച് കഴിയുമ്പോൾ രസമൊന്നുമില്ല. അത് അങ്ങനത്തെ കുറെ കുറെ ഏത്തപ്പഴം ഐസ്ക്രീം, പഴംപൊരിയും ഐസ്ക്രീമും, അത് രണ്ടും മധുരമായിട്ട് പൊക്കോള് കുഴപ്പമൊന്നുമില്ല, പക്ഷെ കാണുമ്പോൾ ഒരു വിയർഡ്നെസ് ആണ് നമുക്ക് ഫീൽ ചെയ്യണം. അങ്ങനെ കുറെ കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ട്. കുറെയൊക്കെ നമ്മൾ ട്രൈ ചെയ്തൊക്കെ നോക്കിയിട്ടൊക്കെ. പക്ഷെ ചിലതൊക്കെ നമുക്ക് ഈ പറഞ്ഞ ഓഡിയൻസിനെ കാണിക്കണോ എന്നുള്ള ചോദ്യം വരുമ്പോഴാണ് നമ്മൾ പിന്നെ അതൊക്കെ വീഡിയോസ് ഇടാതിരിക്കുന്നത്. ഒരു സ്ട്രെസ് റിലീഫിനാണെങ്കിലും അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞിപ്പം കൊച്ചിയിലാണല്ലോ താമസം, അപ്പൊ അങ്ങനെ വന്നിട്ട് എപ്പോഴും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ഫുഡ് സ്പോട്ട് ഇപ്പൊ സജസ്റ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ അതാണോ? ഇപ്പം പറവൂര് നായരുടെ കൂട്ടുകട, അതൊക്കെ നല്ല ആംബിയൻസും ഫുഡും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡുമാണ്. കുഴപ്പമില്ലാത്തല്ല, നല്ല ഫുഡാണ്. നല്ല കോമ്പിനേഷനുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെയാണ്. അവരുടെ ഒരു ഈവനിങ് 5 കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നല്ല രസമാണ് അവിടെ ഇരിക്കാനും കാര്യങ്ങളും. പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും പക്ഷെ രസമാണ് അവിടെ. പിന്നെ അങ്ങനെ ആലപ്പുഴയിലെ കുറേ കടകളൊക്കെ ഉണ്ട്, ഷാപ്പുകൾ, അങ്ങനെ അവിടെയൊക്കെ പോകും. ഫാമിലി ആയിട്ട് പോയി നോക്കിയിരിക്കാൻ പറ്റിയ ഷാപ്പുകളൊക്കെ ഉണ്ട്. അങ്ങനത്തെ കുറച്ച് ലൊക്കേഷൻസ് ഒക്കെയാണ് മെയിൻലി ഉള്ളത്. ഈ ഫുഡ് ബ്ലോഗിങ് സ്റ്റാർട്ട് ചെയ്തേ പിന്നെ നമ്മളൊരു ഫുഡ് വേൾഡിലെ ഒരു ഹിഡൻ ജെം എന്ന് പറഞ്ഞൊരു ലൈക്ക് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിരിക്കാം. അങ്ങനെ
എല്ലാത്തിനും നമുക്ക് അതിന് ശേഷമായിട്ടൊരു കണ്ടുപിടിക്കാൻ പറ്റിയ എന്തെങ്കിലും ഐറ്റംസ് വല്ലതും ഉള്ളൂ, ഒരു ഇൻഗ്രീഡിയൻസ് പോലെ എന്തെങ്കിലും? നമ്മൾ ആക്ച്വലി പണ്ട് ഈ കോവിഡ് ടൈമിൽ തന്നെ, കോവിഡൊക്കെ മാറിയ ടൈമിൽ നമ്മളൊരു ഡിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പേരിട്ടത് DK ചിക്കൻ ചില്ലി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമായിരുന്നു. അത് എനിക്കറിയാവുന്നൊരു ഷെഫ്, എന്നെക്കാളും ഭയങ്കര പ്രായം കുറവായിരുന്നു. അപ്പോൾ അവൻ റെസ്റ്റോറൻറ്റിൽ ഒരു കഫേയിൽ നിന്നിട്ട് അവനെ കൊണ്ട് വെറുതെ ട്രൈ ചെയ്ത് അവൻ്റെ സജഷൻസ് എടുത്ത് വറ്റൽമുളകും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്ത ഒരു ചെറിയൊരു സംഭവമായിരുന്നു. അപ്പം നോർമൽ അൽഫാം ചെയ്യുന്ന സംഭവം തന്നെ, പക്ഷെ അതിൽ ഇവൻ്റെ കുറച്ച് റെസിപ്പീസും അതിൽ ഈ വറ്റൽമുളകും പെരുംജീരകത്തിൻ്റെ കുറച്ച് വേറെ എന്തൊക്കെയോ കറക്റ്റെങ്കിൽ ഓർമ്മയിട്ടല്ല ആ സാധനമൊക്കെ വെച്ചിട്ട് ചെയ്ത് അത് നമ്മൾ വീഡിയോ ഇട്ട് അത് ആൾക്കാർ കൂടുതൽ ട്രൈ ചെയ്ത് അവർക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ അങ്ങനെ നമ്മൾ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ തന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഗെറ്റ് ടുഗദറൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു അങ്ങനത്തെ സക്സസ് ഡിഷ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ സീക്രട്ട് ഇൻഗ്രീഡിയൻസ്, സീക്രട്ടൊന്നുമല്ല, ഈ പറഞ്ഞ ഈ വറ്റൽമുളകിൻ്റെയും അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ എക്സ്ട്രാ ആഡ് ഓൺസും ചില സാധനങ്ങൾ നമ്മൾ എപ്പോഴും ആഡ് ചെയ്യുന്ന സാധനമൊക്കെ എടുത്ത് കുറച്ച് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ഡിഫറൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഫുഡ് ബ്ലോഗിംഗ് ഫീൽഡിലോട്ട് വന്നതിന് ശേഷം നമുക്കൊരു മെമ്മറബിൾ ആയിട്ട് നിൽക്കുന്ന സ്റ്റോറീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ചില സ്ഥലങ്ങളിൽ ഉൾപ്രദേശങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ ഹോട്ടലൊക്കെ എടുത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പരിചയപ്പെടാനും പിന്നെ കുറേ ഫ്രണ്ട്സ് സർക്കിൾ കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ഒപ്പം ഫുഡ് ബ്ലോഗിങ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അപ്പോൾ അവരൊക്കെ ആയിട്ടുള്ള ഒരു കണക്ഷൻ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഒരു ഹാപ്പിനെസ് കിട്ടുക. പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ കിട്ടും, ഇല്ലയെന്ന് പറയാനുള്ള. അപ്പോൾ അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളൊരു കാര്യമാണ്. അല്ല, അതായത് നമുക്ക് ഇതിൻ്റെ അകത്ത് വന്നേക്കുന്ന എന്തെങ്കിലും മിസ്റ്റേക്സോ അല്ലെങ്കിൽ എങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ഒരു 5 years, 5 അല്ലല്ലോ, 5 year പ്ലസ് ആയി. 5 year പ്ലസ് ആയി. അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ നമുക്ക് എന്തെങ്കിലും ഒരു കുറേ കഥകളും ഉണ്ടാകുമല്ലോ ഇതിൻ്റെ പുറകിൽ. അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്യാനായിട്ടുണ്ട് എന്തെങ്കിലും? കുറേ നല്ല ഇൻസിഡൻസ് ഉണ്ട്, ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. പല ഇപ്പോൾ വേസ്റ്റ് അല്ല, അത്യാവശ്യം പ്രശ്നം ആയി വന്നിട്ട് അങ്ങനെ ഇപ്പോൾ നമ്മൾ ചില റെസ്റ്റോറൻറ്റ്സിനൊക്കെ വീഡിയോ ചെയ്തിട്ട് ചില ഉൾനാട്ടിലായിരിക്കും ആ റെസ്റ്റോറൻ്റൊക്കെ. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൻ്റെ പേരെടുത്ത് നമ്മൾ പറഞ്ഞു, അത് അവസാനം വീഡിയോ വന്ന് കഴിയുമ്പോൾ ആ കോപ്പിറൈറ്റ്, ആ പേരിന് കോപ്പിറൈറ്റ് ആരെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടാവും. ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ വേറെ റെസ്റ്റോറൻറ്റ്സ് എടുത്തു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർ നമുക്കെതിരെ വരും. നിങ്ങൾ വീഡിയോ ചെയ്തു, അപ്പോൾ നിങ്ങൾക്കെതിരെ കേസ് വരും, നിങ്ങൾ ജയിലിൽ പോവും, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ പറയാറുണ്ട്. നമ്മളതൊന്നും കാര്യമാക്കാറില്ല. അപ്പോൾ ഞങ്ങൾ ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് നോക്കും, ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ പോയിട്ടൊക്കെ ഉണ്ട്. പിന്നെ പല റെസ്റ്റോറൻറ്റ്സിൽ നിന്നും നമുക്കിങ്ങനെ ചില പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ ലൈക്ക് പേജിലല്ലാത്ത ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് പല പ്രഷറുകളൊക്കെ വരും. അപ്പം അതൊക്കെ അവസാനം വലിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ടൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകാറില്ല. അതൊന്നും ഒരു ലിമിറ്റ് വിട്ട് കഴിയുമ്പോൾ നമ്മൾ പറയും, നിങ്ങൾ ചെയ്തോ, നമ്മൾ ബാക്കി നോക്കിക്കോളാം എന്ന് പറയും. അങ്ങനെയൊക്കെ പോയിട്ടൊക്കെ ഉണ്ട്. പേരെടുത്ത് പറയാനുള്ള ആരുടെയും ഇവിടുത്തെ പല പ്രമുഖ ടീമുകളും അങ്ങനെ നമ്മുടെ അടുത്ത് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ ഉദ്ദേശം വേറെ ഒന്നുമല്ല, ഈ പറഞ്ഞ പോലെ നമ്മൾ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യണതുകൊണ്ടോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ പെയ്ഡായിട്ട് ചേർക്കണം, അത് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മളെ കൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് ചെയ്യുമ്പോൾ ഒരു നമുക്കൊരു പ്രശ്നം ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലത്തെ ടീമുകളൊക്കെ ആണെങ്കിൽ നമ്മുടെ അടുത്ത് പേര്, നിങ്ങൾ ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് നമ്മൾ പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്തു തരണം, അങ്ങനെയൊക്കെ ബ്ലാക്ക് മെയിലൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. നമ്മൾ ചെയ്തു തരില്ല, നിങ്ങൾ എന്താ ചെയ്തോ അത് നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അത് നമുക്കൊട്ടും അംഗീകരിച്ചു കൊടുക്കാൻ അല്ല, പറ്റില്ല അങ്ങനെ. ഇപ്പൊ അതല്ല, അവർ പറയാണ് നമ്മൾക്ക് ഇങ്ങനെ ചെയ്തു തരാണെങ്കിൽ ഉപകാരമായിരിക്കും, അങ്ങനെ നമുക്ക് ചെയ്തു കൊടുക്കും. പ്രശ്നമൊന്നും, നമുക്ക് കഴിച്ചൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്തു കൊടുക്കും. അല്ലാതെ നമ്മൾക്ക് ഇങ്ങനെ വാശിയൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ അവന് ചെയ്തു കൊടുക്കരുത്, ഇവന് ചെയ്ത് കൊടുക്കണം, അങ്ങനെ വാശിയൊന്നുമില്ല. എല്ലാവരും ഒരുപോലെ നമ്മൾ കാണാം, എല്ലാവരും ഒരുമിച്ച് വളരാ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ആ ഒരു സംഭവമാണ്. DK ചിക്കൻ ചില്ലിയുടെ ആണെങ്കിലും റെസിപ്പീസ് ആൾക്കാരിലേക്ക് ഒന്നുകൂടെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് പറ്റുമോ? അത് ഫേവറേറ്റ് ആയിട്ട് വരും. നമ്മൾ അന്ന് ഉണ്ടാക്കിയൊരു റെസിപ്പിയാണ്. പിന്നെ അതിൽ കുറച്ച് ഓൾട്ടർനേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ വരുത്തിയിരുന്നു. അന്ന് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചാട്ട് മസാല, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ
നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു മസാല പോലെ ഉണ്ടാക്കി നമ്മൾ ചിക്കൻ്റെ ലെഗ് പീസിലാണ് പൊതുവെ ചെയ്യുന്നത്. ലെഗ് പീസിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് അതൊരു 1 hour മാരിനേഷന് വേണ്ടി വെച്ചിട്ട് ആ ഒരു ടൈമിൽ നമ്മൾ മറ്റേ ചെറിയുള്ളി ഒരു 5 ചെറിയുള്ളി, 5 വറ്റൽമുളക്, പിന്നെ വിനീഗർ ഒഴിച്ച് മിക്സിയിലൊന്ന് ചെറുതായിട്ട് അരച്ചെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പേസ്റ്റ് കിട്ടും. ആ പേസ്റ്റ് നമ്മുടെ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിൽ ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുത്തു കഴിഞ്ഞ് അതിനെ നമ്മളൊന്ന് പതുക്കെ എണ്ണയിലിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ ചില്ലി ലെഗ് റെഡിയാവും. അങ്ങനെയാണത് ചെയ്യുന്നത്. അത് നമുക്ക് ഒരെണ്ണത്തിൽ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കി നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടുതൽ അഴിച്ച് ചെയ്യാം. ഞാൻ ഒരു 10 kilos ചിക്കനിൽ ഞാൻ ചെയ്തിട്ടുണ്ട് സംഭവം. എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആണത്. നിങ്ങൾ കഴിച്ചു നോക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതെ, ഇതിലൊക്കെ വന്നേ പിന്നെ കുറെ ഇപ്പം മോഹൻലാലിന്റെ ഒക്കെ നമ്മള് കുറെ ഫുഡ് റെസിപ്പീസ് പരിപാടീസ് ഒക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ജോജു ജോർജിന്റെ ആണെങ്കിലും അതേപോലെ എന്തെങ്കിലും സെലിബ്രിറ്റീസ് ലെവലിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? സെലിബ്രിറ്റി ലെവലിൽ നമുക്ക് നമ്മുടെ നരസിംഹമൊക്കെ ചെയ്ത ഷാജി കൈലാസ് സാറിൻ്റെ ഒപ്പം നമ്മളൊരു സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതില് ആളെത്തിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ കണ്ടന്റിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തിയത്. ഫുഡ് ഉണ്ടാക്കി തരാമോ ആളുടെ ചോദിച്ചു. അപ്പൊ ആള് ഒട്ടും പ്രശ്നമില്ലാതെ തന്നെ ഓക്കെ അടിച്ചു. അങ്ങനെ നമ്മള് ഷൂട്ടിനായിട്ട് എത്തിയായിരുന്നു. നമ്മള് ഡിലീഷ്യസ് കെയറിലെ ഷൂട്ട് തന്നെ ആയിരുന്നു. പക്ഷെ അതൊരു ടേസ്റ്റിംഗ് എന്നുള്ള രീതിക്കായിരുന്നു നമ്മൾ പ്ലാൻ ആക്കിയത്. പക്ഷെ അവിടെ ഉണ്ടാക്കിയ ഫുഡ് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നുള്ള രീതിക്കാണ് പ്ലാൻ ആക്കിയത്. പക്ഷെ ആളുടെ അടുത്ത് ജസ്റ്റ് ചോദിച്ചു നമ്മൾ ഫുഡ് ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു ഓക്കെ നമുക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ആള് കുറച്ച് മറ്റേ ചെറിയുള്ളിയും സവാളയും ബീഫൊക്കെ ഇട്ടൊരു അടിപൊളി ഡിഷ് ഉണ്ടാക്കി തന്നു നമുക്ക്. അതും ആളുടെ ഒപ്പം ഒരുമിച്ച് കഴിച്ചു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ആള് നമ്മളിപ്പോൾ ടി വിയിലൊക്കെ കാണുന്നവരെ ഭയങ്കര പുള്ള സിനിമ പോലെ അല്ല ആള് ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ്, ഭയങ്കര സോഫ്റ്റ് ആണ് ആള്. ഭയങ്കര എൻജോയബിൾ മൊമെന്റ് ആയിരുന്നു ആളുടെ ഒപ്പം. ഓക്കെ, അപ്പം ഇത്രയും നേരം നമ്മളുടെയൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന ചേട്ടന് നന്ദി. ഇനിയാണെങ്കിലും നമ്മളിലേക്ക് പുതിയ പുതിയ രുചിഭേദങ്ങളും അല്ലെങ്കിൽ പുതിയ പുതിയ റെസ്റ്റോറൻറ്റുകളും കൊച്ചിയിലൊക്കെ എസ്പെഷ്യലി എല്ലാവർക്കും നേടുന്നൊരു സംഭവമാണ് ഫുഡ് ബ്ലോഗിങ്. കാരണം പല ഭാഗത്തു നിന്നും പല നാട്ടിൽ നിന്നും വരുന്ന ആൾക്കാർ ഇപ്പോൾ ഒത്തുകൂടുന്നത് മെയിൻലി കൊച്ചിയിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് തന്നെ ചേട്ടനെ പോലുള്ള ആൾക്കാർ കാരണം നമുക്കൂടെ കുറേ രുചികളും അല്ലെങ്കിൽ പലതരം ഡിഷുകളും ഇനിയും ട്രൈ ചെയ്യാൻ പറ്റട്ടെ. അതേപോലെ ഡെലീഷ്യസ് കേരളയാണെങ്കിലും ചേട്ടൻ്റെ ബ്രൂ സ്കൂളിലെ ഒക്കെ വർക്കുകളും എല്ലാം ഇനിയിപ്പോൾ ഓൺ ഗോയിങ് 2 പ്രൊജക്റ്റുകളിലൂടെ വരാനുണ്ടെന്ന് പറഞ്ഞല്ലോ, അതെല്ലാം നല്ല രീതിക്ക് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. സോ നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ്. താങ്ക് യു.